പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മാർഷൽ വി സെബാസ്റ്റ്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മാർഷൽ, പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതകൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്? ഇപ്പോൾ എവിടെ എത്തിച്ചാണ് ചോദ്യം ചെയ്യുന്നത്? സ്പെഷ്യൽ ടീമാണോ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്? ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം പുളിമോത്തെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്ന് മാത്രമല്ല, രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകുകയുള്ളൂ. ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിനുശേഷം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം വിട്ടയക്കാം. അതിനുശേഷം വീണ്ടും തെളിവുകളുമായി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ ലഭിക്കാത്ത തരത്തിലേക്ക് വളരെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർഷൽ, നിലവിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് സംബന്ധിച്ചൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം അവരുടെ കൈവശമുണ്ട്. അതിന്റെ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ കൈവശമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നൊരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഈ കേസിൽ ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവുകൾ ലഭ്യമാകേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നാണ്. കാരണം സ്വർണം പാളി ആർക്കാണ് എത്തിച്ചു കൊടുത്തത്, അതിനുള്ള അനുമതിക്ക് എങ്ങനെയാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സഹായിച്ചത് തുടങ്ങിയിട്ടുള്ള എല്ലാ തെളിവുകളും ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവരത്തിൽ കൃത്യമായ വിവരത്തോടു കൂടി മാത്രമേ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, കോടതി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തുചാടി ഒരു അറസ്റ്റ് നടപടികൾ നൽകി കോടതിയിൽ കൊണ്ടുവന്ന് പിന്നീട് അത് ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് എത്രമാത്രം സത്യസന്ധമാണ് എന്ന് നോക്കി അതിനെതിരെ എത്രമാത്രം തെളിവുകളുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ തുടർ നടപടിയുമായിട്ട് SITക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു കേസിൽ അന്വേഷണം തുടങ്ങുമ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, എന്നിട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള തെളിവുകൾ എന്നനുസരിച്ച് ചെന്നൈയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് SIT സംഘം അവിടുത്തെ മൊഴികളടക്കം തേടി തെളിവടക്കം ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ ശബരിമല സന്നിധാനത്തിൽ SIT സംഘം എത്തിയിരുന്നു. അതിനുശേഷം നിലവിൽ നേരത്തെ വിജിലൻസ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൈവശമുണ്ട്. അപ്പോൾ അതിൽ റോൾ എന്താണെന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, സ്വർണം കളവ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള ദുരൂഹതകൾ സംബന്ധിച്ച് അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള എവിഡൻസും സമാഹരിക്കാൻ സംഘത്തിന് കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ കോടതിയിലേക്ക് അടുത്ത ആദ്യഘട്ട മോണിറ്ററിംഗ് റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമായി. 2 ആഴ്ച കൂടുമ്പോഴാണല്ലോ കോടതി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടത്, 10 ദിവസം കൂടുമ്പോൾ. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം പ്രസക്തിയുണ്ട്? കോടതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ വളരെ സെൻസേഷണലായ കേസാണ് ശബരിമല എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം എന്ന രീതിയിൽ വളരെ രഹസ്യമായി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ ഇപ്പോൾ ഈ ചോദിച്ച മാതിരിയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ തെളിവുകൾ ഇവർക്ക് ലഭിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുക. എന്നാൽ സാധാരണ രീതി പോലെ പോലീസോ വിജിലൻസോ ഒന്നും തന്നെ ഇത്തരം ഒരു കാര്യത്തിൽ യാതൊരുവിധ വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. എന്ന് മാത്രമല്ല, ആദ്യം നടന്നത് ഒരു വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് റിപ്പോർട്ടിന് മേലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കോടതിക്ക് മുന്നിൽ നൽകേണ്ട തെളിവുകൾ എന്ന നിലയിലേക്ക് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയാണെങ്കിൽ, ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അതീവ രഹസ്യമായിട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട
പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള SITയുടെ പ്രത്യേക ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടേക്ക് മുഴുവൻ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം പ്രതിപട്ടികയിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ പേരിൽ നിന്നും മൊഴികൾ എടുക്കുക, അവരുടെ മൊഴികളിൽ നിന്നും മനസ്സിലാക്കുന്ന വസ്തുതകൾ അനുസരിച്ചുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകേണ്ടതുണ്ട്. അതിന്റെ തുടർ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടതിയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്.